ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ IDFC ബാങ്ക് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 3000 രൂപ ചാർജ് വരുന്ന ഒരു കാർഡാണ്. നമുക്ക് ഡയമണ്ട് റിസർവ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് പേര്. ഇത് ആക്ച്വലി വിസ ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കാർഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ IDFC നമ്മുടെ വൗവിൻ്റെ ബ്ലാക്ക് കാർഡ്, അതായത് FD കാർഡ് ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇറക്കിയിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ അതിലിപ്പോൾ കുറേ കാർഡുകൾ പുതിയത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാർഡാണ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കാർഡാണ്. ഡയമണ്ട് റിസർവ് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ പേര് വരുന്നത്. 3000 രൂപയാണ് നമുക്ക് ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്നത്. നമുക്ക് 6 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വേവ് ഓഫ് ഇതും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ജോയിൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട്, അതായത് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 500 രൂപയുടെ ആമസോണിൻ്റെ വൗച്ചർ, ബിഗ് ബാസ്ക്കറ്റിൻ്റെ വൗച്ചർ, ഊബറിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ വൗച്ചറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 1030 ദിവസത്തിനുള്ള 5000 രൂപ സ്പെൻഡ് ചെയ്യും വേണം. അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ റിവാർഡ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 10 റിവാർഡ് പോയിന്റ് ആണ് പെർ 100 റുപ്പീസ് സ്പെൻഡ് ആണ് എലിജിബിൾ. ഇൻക്രിമെൻ്റൽ സ്പെൻസ് അബോ 20,000 അതായത് നിങ്ങൾ 20,000 മുകളിൽ നമുക്ക് ഇൻക്രിമെൻ്റൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ 150 രൂപമേ 10 റിവാർഡ് പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുക കേട്ടോ. പിന്നെ 3 റിവാർഡ് പോയിന്റ് ആണ് 150 രൂപ ഓൺ എലിജിബിൾ സ്പെൻഡ് അപ് ടു 20,000, അതായത് 20,000 മുകളിൽ അല്ലെങ്കിൽ അപ് ടു 20,000 നമുക്ക് വരുന്നത് 3 റിവാർഡ് പോയിന്റ് ആണ് കേട്ടോ. ഇനി മന്ത്ലി സൈക്കിൾ, അതായത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.5 പൈസയാണ്, 50 പൈസ. പിന്നെ നമുക്ക് റെന്റ് പേയ്മെന്റും ഗവൺമെന്റ് പേയ്മെന്റ്സും വാലറ്റിൽ ഓർഡർ ചെയ്യുമ്പോഴും എഡ്യൂക്കേഷൻ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് 3 റിവാർഡ് പോയിന്റ് 150 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. മിക്ക കാർഡുകളിലും ആ സെഗ്മെന്റിൽ നമുക്ക് നോർമലി ഇത് കിട്ടാറില്ല. പിന്നെ 1 റിവാർഡ് പോയിന്റ് ആണ് എവരി 150 റുപ്പീസ് സ്പെൻഡ് ഓൺ യൂട്ടിലിറ്റി പേയ്മെന്റും ഇൻഷുറൻസ് പേയ്മെന്റും. അതിൽ പക്ഷേ നമുക്ക് റിവാർഡ് റേറ്റ് വ്യത്യാസമുണ്ട്. 0.16 പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്. പിന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ബൈ 1 get 1 ഓഫർ വരുന്നുണ്ട്. അതായത് ബൈ 1 get, അതായത് നമുക്ക് മാക്സിമം ഡിസ്ട്രിക്റ്റ് ആപ്പിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. ബുക്ക് മൈ ഷോ എല്ലാം തെറ്റിപ്പോയി, ഡിസ്ട്രിക്റ്റ് ആപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ 250 രൂപ വരെ മാക്സിമം നമുക്ക് ഓഫ് കിട്ടാനുള്ള ഒരു എന്താ പറയുക മൂവി ടിക്കറ്റ് ഓഫറും തുക വരുന്നുണ്ട്. പിന്നെ 2 കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചസ് വിസിറ്റ് പെർ ക്വാർട്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണലും കിട്ടുന്നുണ്ട് ഈ കാർഡിന് ഇവിടെ. പിന്നെ മന്ത്ലി സ്പെൻഡ് പക്ഷേ 20,000 വേണം, എന്നാലേ കിട്ടുള്ളൂ, ചുമ്മാ കിട്ടില്ല. റെയിൽവേ ലോഞ്ചസും കിട്ടുന്നുണ്ട്. 4 കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ചസ് നമുക്ക് പെർ ക്വാർട്ടറിൽ നമുക്ക് ഈ കാർഡ് ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് പേയ്മെൻറ്റ്, അതായത് ഇത്ര പേയ്മെൻറ്റ് ത്രഷോൾഡൊന്നും വേണ്ട. പിന്നെ ഗോൾഡ് ഫസസ് കിട്ടുന്നുണ്ട്, അത് പിന്നെ പോട്ടെ. പിന്നെ ആഡ് ഓൺ ചാർജിന് ഭയങ്കര ചാർജ് കുറവാന്ന് പറയുന്നത്. അതായത് നമുക്ക് കാർഡ് ആഡ് ഓൺ ചെയ്യാനുള്ള പരിപാടി അത് മിക്ക ആൾക്കാരും ചെയ്യാറൊന്നുമില്ല. പക്ഷേ അതിന് 499 രൂപ വരെ തൊട്ട് നമുക്ക് കാർഡ് ആഡ് ഓൺ ചെയ്യാനുള്ള ഫീച്ചർ നമുക്കിതിൽ വരുന്നുണ്ട്. ഞാൻ കാർഡ് ആഡ് ഓൺ ഫീച്ചർ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇതാണ് പുതിയ നമ്മുടെ IDFC ബാങ്കിൻ്റെ ഡയമണ്ട് റിസർവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്. ഒരു പ്രീമിയം കാർഡ് സെഗ്മെൻറ്റിൽ വരുന്ന കാർഡ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഇല്ലാത്ത കാർഡ് എന്ന് പറയുന്നത് IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ ഇതിലുണ്ട്, എക്സെപ്റ്റ് ഇപ്പോൾ HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, അതൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിൻകോഡ് സർവീസുകളല്ല. ബാക്കി നമ്മുടെ പിൻകോഡിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ 2 ബാങ്ക് ഒഴിച്ച് പിന്നെ IDFC ബാങ്ക്, ഇപ്പോൾ നോർമൽ ബാങ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ IDFC ബാങ്ക് ഇല്ല. പിന്നെ ഏതല്ലാത്ത അതിന് ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാ ബാങ്കിൻ്റെയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇനി വല്ല ബാങ്ക് ഉണ്ടോ? ബാക്കി എല്ലാ ബാങ്കിൻ്റെയും ഉണ്ടെന്നാണ് എൻ്റെ ഉറപ്പ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ, പക്ഷേ 75+ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പകുതി ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്തു, ഇനിയും കുറേ എണ്ണം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ മിക്ക കാർഡുകളും ഇതുപോലെ വീഡിയോ പർപ്പസ് ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മളത് പർപ്പസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണെങ്കിൽ ഞാൻ നോർമലി ക്ലോസ് ചെയ്യാറില്ല. അല്ലാത്ത കാർഡുകളൊക്കെ നമ്മൾ മിനിമം ഫസ്റ്റ് ഇയർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ റിന്യൂ ആവാനുള്ള ടൈം ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. എന്നുവെച്ചാൽ ഇതിന് എല്ലാത്തിനും ചാർജ് ഉണ്ടല്ലോ, സാധനം വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ലിമിനൽസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പേജ് ഫോളോ അടിച്ചാൽ മതി. നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ അക്കൗണ്ടും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു കാണാം.